പാചകവാതക പ്രതിസന്ധിയിൽ ബദൽ മാർഗവുമായി വിറകടുപ്പുകളെ ആശ്രയിച്ച് ഹോട്ടൽ മേഖല. കാറ്ററിംഗ് സർവീസുകളും ഇപ്പോൾ പൂർണ്ണമായും വിറകടുപ്പിനെയാണ് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യം തുടർന്നാൽ വിറകിനും ക്ഷാമം നേരിടാനുള്ള സാഹചര്യമാണ് ആസന്നമാകുന്നതെന്ന് KHRA ഭാരവാഹികൾ വ്യക്തമാക്കി. വ്യാവസായിക സിലിണ്ടറുകൾ കിട്ടാതായതോടെ പ്രതിസന്ധിയിലായ ഹോട്ടൽ വ്യവസായത്തെ പിടിച്ചുനിൽപ്പിനെ സഹായിച്ചത് വിറകടുപ്പുകൾ. ഹോട്ടലുകൾ മാത്രമല്ല, പ്രതിസന്ധിയിലായ കാറ്ററിംഗ് സർവീസുകളും ഇപ്പോൾ പൂർണ്ണമായും വിറകടുപ്പുകളെയാണ് ആശ്രയിക്കുന്നത്. എറണാകുളം നഗരത്തിൽ തന്നെ ആകെയുള്ളതിൽ 50% ഹോട്ടലുകളും കോതമംഗലം പട്ടണത്തിൽ 10 മുതൽ 15 വരെ ശതമാനം ഹോട്ടലുകളും അടച്ചിടേണ്ടി വന്നു. എന്നാൽ പലർക്കും രക്ഷയായത് വിറകടുപ്പുകളാണ്. വിറക് ശേഖരിക്കാനും അടുപ്പ് സജ്ജീകരിക്കാനുമുള്ള സൗകര്യങ്ങളുള്ള ഹോട്ടലുകളാണ് നിലവിൽ പിടിച്ചുനിൽപ്പ് തുടരുന്നത്. എന്നാൽ വിറകിന്റെ വിതരണക്കാർക്ക് തടിമില്ലുകളിലെ തൊഴിലാളി ക്ഷാമം തിരിച്ചടിയാവുകയാണ്. അതിഥി തൊഴിലാളികൾ വലിയൊരു ശതമാനം പേരും സ്വദേശങ്ങളിലേക്ക് തിരികെ പോയി. ഇക്കാരണം കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വിറകിനും ക്ഷാമം നേരിടാൻ സാധ്യതയുണ്ടെന്നും KHRA എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹരിഹരൻ വ്യക്തമാക്കുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം വളരെ ശോചനീയമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമുക്ക് വീടുകളിൽ തന്നെ കണക്കെടുക്കാം. വീടുകളിൽ ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മുമ്പോട്ട് പ്രവർത്തിക്കാൻ പറ്റും? അപ്പോൾ ഹോട്ടലുകളുടെ കാര്യം പ്രത്യേകം പറയണം. അപ്പോൾ ഏതാണ്ട് ഒരു 50%, ഇപ്പോൾ ഞാൻ എറണാകുളം ജില്ലയുടെ കണക്ക് മൊത്തം പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ 50% ഹോട്ടലുകൾ പറഞ്ഞെടുക്കാം. അതുപോലെ കോതമംഗലത്ത് എടുത്തു കഴിഞ്ഞാൽ കോതമംഗലം ഗ്രാമപ്രദേശം എന്നുള്ള നിലയ്ക്ക് കോതമംഗലത്തിൽ 10%, 15% കൂട്ടിപ്പോയിട്ടില്ല. കാരണം വിറക് ആശ്രയിക്കാൻ അവർക്ക് കുറച്ച് കഴിയും. നമ്മൾ നേരത്തെ പോലെ വിറകടുപ്പുകൾ കുറച്ച് പ്രാവർത്തികമാക്കി കൊണ്ടുപോയ ആ ഒരു സാഹചര്യം വെച്ചാണ് ഇവിടെ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകുന്നത്. എന്നാൽ പോലും ഏതാണ്ട് 15% ഇപ്പോൾ നിലവിൽ കൂട്ടിക്കഴിയും. പിന്നെ വരും ദിവസങ്ങളിൽ ഗ്യാസിൻ്റെ ലഭ്യത തീരെ കുറയും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഷിപ്പ് വന്നു എന്നൊക്കെ നമ്മൾ പല വാർത്തകളിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം നമുക്കത് സ്വീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് ഇവിടെ കേരളത്തിൽ ഗുണകരമാകും എന്നൊക്കെ കണ്ടറിയേണ്ട അവസ്ഥയാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ട് വന്ന ഷിപ്പുകൾ രണ്ടും മുംബൈക്കാണ് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കേരളത്തിലേക്ക് എത്താൻ അവിടെ നിന്നുള്ള ഇവിടുത്തെ ക്ഷാമം പരിഹരിക്കാൻ അത് പര്യാപ്തമാകുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ കോതമംഗലത്തെ സംബന്ധിച്ച് നിലവിലൊരു ഭാഗ്യം എന്ന് പറഞ്ഞത് വിറകടുപ്പുകൾ കൂടുതലുള്ള, ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് ആയിക്കോട്ടെ, മറ്റു ഹോട്ടൽ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, എല്ലായിടത്തും വിറകടുപ്പുകൾ ചുരുക്കമെങ്കിലുണ്ട്. അപ്പോൾ ചായ പോലെയുള്ള മറ്റുള്ള ഇത് മാത്രമേ ഗ്യാസിനെ ആശ്രയിക്കുന്നുള്ളൂ പലരും. അപ്പോൾ അതാണ് കൂടുതൽ ഗുണമായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നം ഇപ്പോൾ കാണുന്നത്, വിറകുകൾ വരുന്നില്ല. അതിൻ്റെ കാരണം ഈ വിറക് നമുക്ക് തരുന്ന ആൾക്കാർ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ കൊഴിഞ്ഞുപോക്ക്. അപ്പോൾ നമ്മുടെ മില്ലുകളെ, തടി മില്ലുകളെ, ഒപ്പം തന്നെ നമ്മുടെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുപോയി. അപ്പോൾ ആ ഒരു സാഹചര്യം, അവരുടെ പോക്ക് കാരണം എന്ത് പറ്റി? ഇപ്പം നമ്മുടെ മരം മുറിക്കൽ കുറഞ്ഞു. മരം കട്ടിങ് പോയാലാണല്ലോ സ്വാഭാവികമായിട്ട് വിറകുകൾ നമുക്ക് വരുള്ളൂ. ആ ഒരു ലഭ്യക്കുറവ് ഇപ്പം നിലവിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, 2000 രൂപ 2500 തന്ന ഒരു ടൺ ലോഡിന് 5000 രൂപ 5500 ആയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമാണത്. കാരണം അവർ മരം മുറിക്കാൻ ആളില്ല, വിറകുകൾ വരുന്നില്ല. അവർ പറയുന്നതിന് കാര്യമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടൊരു ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ ഇതിന് അസോസിയേഷൻ ഒരു ഭാരവാഹി എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനം വളരെ ബുദ്ധിമുട്ടിലാണ് കൊണ്ടുവരുന്നത്. വ്യാവസായിക സിലിണ്ടറുകൾക്ക് പുറമെ ഗാർഹിക സിലിണ്ടറുകൾക്കും ക്ഷാമം നേരിട്ട് തുടങ്ങിയതായാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.